നേർവീഥി. 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 ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. യഹൂദയുടെ പാപം ഇരുമ്പെഴുത്താണികൊണ്ടും വജ്രത്തിന്റെ മുനകൊണ്ടും എഴുതി വച്ചിരിക്കുന്നു. ഇത് അവരുടെ ഹൃദയത്തിന്റെ പലകയിലും നിങ്ങളുടെ ബലിപീഠത്തിന്റെ കൊമ്പുകളിലും കൊത്തിയിരിക്കുന്നു. ഉയർന്ന കുന്നുകളിൽ പച്ചമരങ്ങൾക്കരികെയുള്ള അവരുടെ ബലിപീഠങ്ങളെല്ലാം അശേര പ്രതിഷ്ഠകളെയും അവരുടെ മക്കൾ ഓർക്കുന്നുവല്ലോ. വയൽപ്രദേശത്തിലെ എൻ്റെ പർവ്വതമേ, നിന്റെ അതിർക്കകത്തൊക്കെയും ചെയ്ത പാപനിമിത്തം ഞാൻ നിന്റെ സമ്പത്തും സകല നിക്ഷേപങ്ങളും പൂജാഗിരികളും കവർച്ചയ്ക്കേൽപ്പിക്കും. ഞാൻ നിനക്ക് തന്ന അവകാശം നീ ഒഴിഞ്ഞു പോകേണ്ടി വരും. നീ അറിയാത്ത ദേശത്ത് ഞാൻ നിന്നെ നിന്റെ ശത്രുക്കളെ സേവിക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ കോപത്തിൽ തീ കത്തിച്ചിരിക്കുന്നു, അതെന്നേക്കും കത്തിക്കൊണ്ടിരിക്കും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉവർനിലത്തിലും പാർക്കും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്. അത് ആരാഞ്ഞറിയുന്നവനാർ? യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തൻ അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിക്കും ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താനിടാത്ത മുട്ട പൊരുന്ന ഇരിക്കുന്ന തിത്തിരി പക്ഷി പോലെയാകുന്നു. അവൻ്റെ മധ്യായുസിങ്കൽ അത് അവനെ വിട്ട് പോകും. ഒടുക്കം അവൻ ഭോഷനായി ഇരിക്കും. ആദ്യം മുതൽ ഉന്നതമായ മഹത്വമുള്ള സിംഹാസനമേ, ഞങ്ങളുടെ വിശുദ്ധ മന്ദിരമേ, ഇസ്രായേലിൻ്റെ പ്രത്യാശയായ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും. എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വയ്ക്കും. അവർ ജീവനുള്ള ദൈവത്തിൻ്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞുവല്ലോ. യഹോവേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായത്തിൽ വളരെ പ്രസിദ്ധങ്ങളായ പല വാക്യങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് 1-ാം വാക്യം വളരെ പ്രസിദ്ധമാണ്. യഹൂദയുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിൻ്റെ മുന കൊണ്ടും എഴുതിയിരിക്കുന്നു. 13-ാം വാക്യം, എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വയ്ക്കും. വ്യഭിചാര കർമ്മത്തിൽ രാവിലെ ദേവാലയമുറ്റത്തേക്ക് പിടിച്ചുകൊണ്ട് വന്ന ആ സ്ത്രീയുടെയും കൊണ്ടുവന്ന ആളുകളുടെയും മുമ്പിൽ യേശു വിരല് കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. യേശു പറഞ്ഞു, നിങ്ങൾ പാപമില്ലാത്തവൻ ഒന്നാമത് കല്ലെറിയട്ടെ. പിന്നെയും വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്നാണ് വായിക്കുന്നത്. എന്താണ് കർത്താവ് എഴുതിയതെന്ന് എഴുതിയിട്ടില്ല. ഏതായാലും ഒരു കാര്യം സത്യമാണ്. 2 കൽപ്പലകകളിൽ മോശയ്ക്ക് അല്ലെങ്കിൽ ഇസ്രായേലിന് 10 കൽപ്പനകൾ വിരലുകൊണ്ട് എഴുതിക്കൊടുത്തത് യേശു തന്നെയാണ്. ദൈവം മനുഷ്യനായതാണ് യേശു. അപ്പോൾ കൽപ്പലകകളിൽ വിരലുകൊണ്ട് എഴുതാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. കൽപ്പലകളിൽ എഴുതിയത് മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ചാണ്. കൊല, വ്യഭിചാരം, മോഷണം, കള്ളസത്യം പറയുക, ഇതൊക്കെയാണല്ലോ. തീർച്ചയായിട്ടും നിലത്ത് എഴുതിക്കൊണ്ടിരുന്നതും അതുതന്നെയായിരിക്കാം. ചിലർ പറയുന്നത് ഓരോരുത്തരുടെ പേര് കർത്താവ് അവിടെ എഴുതി എന്നാണ്. വേറെ ചിലർ പറയുന്നത് ഓരോരുത്തരുടെ പാപം അവിടെ എഴുതി എന്നാണ്. എന്തായാലും മൂത്തവൻ തൊട്ട് ഇളയവൻ വരെ കല്ല് താഴെ ഇട്ടിട്ട് പോവുകയാണ് ഉണ്ടായത്. എന്തായാലും
ഇസ്രയേലിൻ്റെ പാപം ഒരിക്കലും മാഞ്ഞു പോകാതെ വണ്ണം കല്ലിൽ അത് വജ്രമുനകൊണ്ട് അല്ലെങ്കിൽ ഇരുമ്പെഴുത്ത് ആണികൊണ്ട് എഴുതിയതുപോലെ എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇസ്രയേൽ സകല പർവ്വതങ്ങളിലും പച്ചമര ചുവടുകളിലും ജാതികളുടെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ച് തങ്ങളുടെ പണം അവയുടെ വഴിപാടുകൾക്ക് ചെലവിടുന്നത് കൊണ്ട് വിഗ്രഹാരാധനക്കാരായ ജാതികൾ വന്ന ഇസ്രയേലിൻ്റെ സ്വത്തുക്കൾ അപഹരിക്കാൻ ഇടയാകും എന്നാണ് യെരമ്യാവ് പ്രവചിച്ചത്. അങ്ങനെ വരുന്നവരെ ദൈവം തടയുകയില്ലെന്നാണ്. 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ തങ്ങളുടെ കരങ്ങൾ കൊണ്ട് അവരുണ്ടാക്കിയ മൂർത്തികളിൽ ആശ്രയിക്കുന്നവർ ജഡത്തിൽ ആശ്രയിക്കുന്നവരാണ്, യഹോവയിൽ ആശ്രയിക്കുന്നവരല്ല. അതിനാൽ അവർ ശപിക്കപ്പെട്ടവരും മരുഭൂമിയിലെ ചൂരച്ചെടി പോലെ മുള്ള് നിറഞ്ഞവരുമായിരിക്കും. യാതൊരു ഫലവും അവരിൽ നിന്നുണ്ടാകുകയില്ലെന്നാണ്. എന്നാൽ തൊട്ടു താഴെ എഴുതിയിട്ടുള്ളത് യഹോവയെ മാത്രം ആശ്രയമാക്കുന്നവർ ആറ്റരികത്ത് അല്ലെങ്കിൽ വെള്ളത്തിനരിയെ നട്ടിരിക്കുന്ന ഫലമുള്ള പച്ചവൃക്ഷമായിരിക്കും. 1-ാം സങ്കീർത്തനം ഈ ആശയമാണ്. ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാതെയും പാപിയുടെ വഴി നിൽക്കാതെയും പരിഹാസിയെ ഉൾപ്പെടുത്തി ഇരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നത് ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിനായി ഫലം കായ്ക്കണം. ഇന്ന് ദൈവത്തെ വെളിപ്പെടുത്താൻ ദൂതന്മാരോ ആരും ഇവിടെ ഇല്ല. യേശുവിനെ അറിഞ്ഞ ആളുകൾ വേണം യേശുവിനെ മറ്റുള്ളവർക്ക് അറിയിക്കാൻ. അത് ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നും ആയിരിക്കരുത്. ദൈവസ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ കൂടെ ദൈവം രക്ഷിച്ചല്ലോ, ആ ഒരു സ്നേഹത്തിലായിരിക്കണം. യേശു ശിഷ്യന്മാരെ വിളിച്ചവർ പറഞ്ഞത് ഞാൻ നിങ്ങളെ പണക്കാരാക്കാം എന്നല്ല, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നാണ്. നിങ്ങൾ നിമിത്തം അനേകര് സ്വർഗത്തിൽ വരുവാനിടയാകും. നിങ്ങൾ നിമിത്തം അനേക വീടുകളിൽ സന്തോഷവും ഉണ്ടാകും. മദ്യപാനം മാറും, ആത്മഹത്യ മാറും, നിലവിളി മാറും, വഴക്ക് മാറും, അവിടെ സമാധാനം ഉണ്ടാകും, അവർ സ്വർഗാവകാശികളാകും എന്നാണ്. അതിനൊക്കെ വലിയൊരു ഭാഗ്യം എന്താ? ആളുകൾക്ക് ദൈവത്തെ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതിനൊക്കെ വലിയൊരു ഭാഗ്യം വേറെയില്ല. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന മാനസാന്തരത്തിൻ്റെ ഫലം എന്ന് പറയുന്നത്. ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യാൻ തയ്യാറാകുന്ന ആളുകൾക്കാണ് ഈ ഫലം ദൈവം നൽകുന്നത്. അല്ലാതെ പുറമേ ദൈവഭക്തിയും അകത്ത് വിഗ്രഹസേവയെന്ന് പറഞ്ഞാൽ അകത്ത് ദ്രവ്യാഗ്രഹവും ഉള്ള ആളുകൾക്ക് ആത്മാക്കളെ നേടാനായിട്ട് സാധിക്കുകയില്ല. അകത്ത് ദ്രവ്യാഗ്രഹം ഉണ്ടായിരുന്ന ഗേഹസി, എലീശയുടെ ഭൃത്യൻ, എലീശ കൊടുത്ത വടി കൊണ്ടുപോയി ശൂന്യംകാരിയുടെ മോൻ്റെ മുഖത്ത് വെച്ചിട്ട് ഒരു ഫലവും ഉണ്ടായില്ല. അവൻ ദ്രവ്യാഗ്രഹിയാണ്. ഏറെ താമസിയാതെ നയമാൻ വരുമ്പോൾ നയമാൻ്റെ പാരിതോഷികത്തിൻ്റെ പുറകെ പോകുന്നവനാണെന്ന് സർവജ്ഞാനത്തിൽ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് അവനെക്കൊണ്ട് ഒരു ഫലവും ഉണ്ടായില്ല. 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് ഇസ്രയേൽ പുറമേ യഹോഭക്തരെന്ന് പറയുന്നെങ്കിലും ഹൃദയത്തിൽ കപടം നിറഞ്ഞിരിക്കുന്നു. അവർ വ്യാജ മാർഗത്തിലൂടെയാണ് ധനം സമ്പാദിക്കുന്നത്. അത് തിത്തിരിപ്പക്ഷിയുടെ മുട്ട പോലെ, തിത്തിരിപ്പക്ഷി അന്യ മുട്ടയ്ക്ക് പൊരുന്നിരിക്കുന്ന പോലെയാകും. യൗവനാരംഭത്തിൽ അത് നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. 11 മുതലുള്ള വാക്യങ്ങൾ യിരെമ്യാവിൻ്റെ പ്രാർത്ഥനയാണ്. യിരെമ്യാവും രോഗബാധിതനായിരുന്നു എന്ന് കരുതാൻ ആയിട്ട് സാധ്യതയുണ്ട്. 14 വാക്യത്തിൽ യിരെമ്യാവ് പ്രാർത്ഥിക്കുന്നത് യഹോവേ എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും എന്നാണ്. ശരിയാണ്, വളരെ ഭക്തിയോടെ ജീവിക്കുന്ന കർത്താവിനെ സേവിക്കുന്ന ആളുകൾക്കൊക്കെ രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇയ്യോബ് രോഗിയായിരുന്നു. അതുപോലെ പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ രോഗിയായിരുന്നു. അപ്പം അതുകൊണ്ട് ദൈവഭക്തിയോട് ജീവിക്കുന്നവർക്കും ദൈവസേവ ആത്മാർത്ഥമായി ചെയ്യുന്നവർക്കും രോഗമൊന്നും ഉണ്ടാകുകയില്ല എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുകയില്ല. കഷ്ടം സഹിക്കുക സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക എന്നാണ്. കഷ്ടമുണ്ട്, രോഗമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഞെരുക്കമുണ്ട്. ഞെരുക്കത്തിൻ്റെ അപ്പം, കഷ്ടത്തിൻ്റെ വെള്ളം എന്നൊക്കെ നമ്മൾ വായിക്കും. അതൊക്കെ സഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വേല ചെയ്യുവാനായി നമുക്ക് സാധിക്കണം. 19 വാക്യങ്ങളിൽ ദൈവം കൽപ്പിച്ചത് രാജാവ് ഉൾപ്പെടെ ദേവാലയത്തിലേക്ക് വരുന്ന വാതിക്കൽ നിന്നുകൊണ്ട് ഈ യെരൂശലേം ദേവാലയം നശിക്കാൻ പോകുന്നു എന്ന് വിളിച്ചു പറയണമെന്നാണ്. അവർ ശബ്ദത്തനുസരിക്കുന്നില്ല എന്നുള്ളത് ന്യായപ്രമാണത്തെ മൊത്തം ഉദ്ദേശിച്ചാണ്.
ഒരു കാര്യം എടുത്തു പറയുന്നു എന്നേ ഉള്ളൂ. ബൈബിളിലെ ചില അധ്യായങ്ങളിൽ പരിച്ഛേദനയുടെ കാര്യം എടുത്തു പറയുന്നുണ്ട്. വേറെ ചില അധ്യായങ്ങളിൽ ദശാംശത്തിൻ്റെ കാര്യമാകാം, വേറെ ചില അധ്യായങ്ങളിൽ ഉപവാസത്തിൻ്റെ കാര്യമാകാം. എന്തു തന്നെയായാലും അതെല്ലാം ന്യായപ്രമാണത്തെ ഉദ്ദേശിച്ചാണ്. ഏതെങ്കിലും ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അതത് കാലത്ത് ദൈവം നൽകുന്ന വെളിപ്പാട് അനുസരിക്കാൻ ആളുകൾ തയ്യാറാകണം. ഇല്ലായെങ്കിൽ ന്യായവിധി ഉണ്ടാകും, ശിക്ഷ ഉണ്ടാകും എന്നാണ് ഇവിടെ യിരെമ്യാവിലൂടെ ദൈവം യഹൂദയോട് പറഞ്ഞത്. ഇതിലൊരു ആത്മീക പാഠം നമുക്ക് പഠിക്കാനുള്ളത്, കർത്താവ് നമ്മെ രക്ഷിച്ചു, ദൈവമക്കളാക്കി, ശരിയാണ്. എന്നാൽ പാപം എവിടെ കണ്ടാലും ദൈവം ശിക്ഷിക്കും. സ്വന്തം പുത്രന് നമ്മുടെ പാപം അവൻ്റെ അല്ല. പാപം കണ്ടിട്ട് ദൈവം ശിക്ഷിച്ചല്ലോ നമ്മുടെ പാപം. നമ്മൾ പാപത്തെ ബലഹീനതയെന്നും ഒക്കെ പറഞ്ഞ് ലളിതമാക്കുകയാണ്. നമ്മളതിനെ ഒരു ചെറിയ പാപം, ചെറിയൊരു ബലഹീനത എന്ന് പറയുകയാണ്. അല്ല, ദൈവസന്നിധിയിൽ അത് വലുത് തന്നെയാണ്. തീർച്ചയായിട്ടും ചത്തയിച്ച തൈലക്കാരൻ്റെ തൈലം മുഴുവൻ നാറുമാറാക്കും. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കും. അതുകൊണ്ട് നമ്മെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ ദൈവം ഈ ചിന്തകളാൽ നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.